ഏപ്രിൽ 29-30 മെയ് 1 തീയതികളിൽ ഉദുമ കുറുക്കൻകുന്ന് വയനാട്ടുകുലവൻ തറവാട്ടിൽ നടക്കുന്ന തെയ്യംകെട്ടിന് കൂവമളന്നു. ജില്ലയിലെ ഈ വർഷം നടക്കുന്ന അവസാനത്തെ വയനാട്ടുകുലവൻ തെയ്യംകെട്ടാണ് കുറുക്കൻകുന്ന് തറവാട്ടിൽ നടക്കുന്നത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. പാലക്കുന്നുകഴകം ഭഗവതി ക്ഷേത്രം വടക്കേക്കര പ്രാദേശിക സമിതിയുടെ പരിധിയിൽപ്പെട്ട ഉദുമ കുറുക്കൻകുന്ന് തറവാട്ടിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന് മുന്നോടിയായി ഞായറാഴ്ച രാത്രി കൂവമളന്നു. സന്ധ്യാദീപത്തിന് ശേഷം തൊണ്ടച്ചന മറൂട്ട് നടന്നു. തറവാടുകളിലും ദേവസ്ഥാനങ്ങളിലും ഉത്സവം നടക്കുമ്പോൾ സമീപ ക്ഷേത്രങ്ങളിലെ ദേവതാ സങ്കല്പങ്ങളെ മറന്നുപോകരുതെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കൂവമളക്കൽ ചടങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂവമളക്കാനുള്ള നെല്ല് തറവാടംഗങ്ങൾ സമാഹരിച്ചാണ് എത്തിച്ചത്. തിരുമുറ്റത്ത് കൂട്ടുവയ്ക്കുന്ന നെല്ലിൻ കൂമ്പാരത്തിൽ നിന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങളെയും ആചാരസ്ഥാനികരെയും ഭാരവാഹികളെയും സാക്ഷിയാക്കിയാണ് കൂവമളന്നത്. കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം, തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം, കീഴൂർ ചന്ദ്രഗിരി ശാസ്താക്ഷേത്രം, കോട്ടപ്പാറ വയനാട്ടുകുലവൻ ദേവസ്ഥാനം എന്നിവിടങ്ങളിലേക്ക് 21 ഇടങ്ങഴി വീതവും ഉദയമംഗലം മഹാവിഷ്ണു, അച്ചേരി മഹാവിഷ്ണു, കരിപ്പോടി ശാസ്താവിഷ്ണു, പനയാൽ മഹാലിംഗേശ്വര, തലക്കളായി സുബ്രഹ്മണ്യസ്വാമി, ബാര മഹാവിഷ്ണു, മുക്കുന്നോത്തുകാവ് ഭഗവതി, തിരുവക്കോളി തിരൂർ പാർത്ഥസാരഥി, മാന്യങ്കോട്ട് ശാസ്താവിഷ്ണു, എരോൽക്കാവ് വൈഷ്ണവി ഭഗവതി എന്നീ ക്ഷേത്രങ്ങളിലേക്ക് 11 ഇടങ്ങഴി വീതവും നെല്ലളന്നു വെച്ചു. തെയ്യംകെട്ട് ചടങ്ങുകൾക്കായി 7 പറ വീതം പച്ചരിയും പുഴുങ്ങലരിയും, 2 കൈവീതുകൾക്കായി 21 ഇടങ്ങഴി വീതവും ഇതോടൊപ്പം അളന്നു മാറ്റിവെച്ചു. നിത്യപൂജാ സമ്പ്രദായങ്ങൾ ഇല്ലാത്ത പരിധിയിലെ ക്ഷേത്രങ്ങളിൽ ദീപത്തിന് എണ്ണ നൽകും. കൊപ്പൽ രാജരാജ ഗുളിക സ്ഥാനത്ത് കെട്ടിക്കലശവും കോതാറമ്പത്ത് ചൂളിയാർ ഭഗവതി ക്ഷേത്രത്തിൽ അരിത്രാവലും നടത്തും. ചൊവ്വാഴ്ച തന്നെ ബാല്യക്കാരുടെ സഹായത്തോടെ കൂവമളന്ന നെല്ല് അതാത് സ്ഥാനങ്ങളിൽ എത്തിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ കൊപ്പൽ പ്രഭാകരനും ജനറൽ കൺവീനർ ആടിയത്ത് അച്യുതനും അറിയിച്ചു. ജില്ലയിൽ ഈ വർഷം നടക്കുന്ന അവസാനത്തെ വയനാട്ടുകുലവൻ തെയ്യംകെട്ടാണ് ഏപ്രിൽ 29-30 മെയ് 1 തീയതികളിൽ കുറുക്കൻകുന്ന് തറവാട്ടിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.